എപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ടാക്സ് കൺസൾട്ടൻ്റിൻ്റെ ആവശ്യം? ബിസിനസ് ഡെവലപ്പ് ആയതിനു ശേഷമാണോ, അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സിൻ്റെയോ GSTയുടെയോ നോട്ടീസ് കിട്ടുമ്പോഴാണ്? നമ്മൾ പലരും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നത് നമുക്ക് GSTന്നോ ഇൻകം ടാക്സിനോ ഒരു നോട്ടീസ് കിട്ടുമ്പോഴാണ്. പക്ഷേ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും നിങ്ങളൊരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കണ്ടിരിക്കണം. അത് 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസിൻ്റെ ഘടന അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ആവണോ, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്പനിയാണോ? ഏത് ഘടനയാണ് നിങ്ങളുടെ ബിസിനസ്സിന് ബെസ്റ്റ് എന്ന് നിർണ്ണയിക്കുന്നതിന്. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ടാക്സ് കൺസൾട്ടന്റിനോട് പോയിട്ട് ഒരിക്കലും ടാക്സ് അടയ്ക്കാൻ പറ്റില്ല, ടാക്സ് സേവ് ചെയ്യണം. പക്ഷെ ഇത് പ്ലാൻ ചെയ്യേണ്ടത് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുമ്പാണ്. ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള ടാക്സ് പ്ലാനിങ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്തിട്ട് ടാക്സ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമത്തത്, GST രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള രജിസ്ട്രേഷനുകൾ ബിസിനസിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്? തുടങ്ങുമ്പോൾ തന്നെ എല്ലാ രജിസ്ട്രേഷനുകളും വാരി വലിച്ചെടുത്തിട്ട് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊരു അഡ്വൈസ് കിട്ടുന്നത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് ഒരു ടാക്സ് കൺസൾട്ടന്റിനെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമീപിക്കലാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ.